വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ സ്ഥിരീകരിച്ചത് 297 മരണമാണ്. ഇനിയും 250-നടുത്ത ആളുകളെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരം. ഏകദേശം 1700ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇന്നലെ മാത്രം നടത്തിയ തെരച്ചിലിൽ, അതായത് ഇന്നലെ മൂന്നാം ദിവസം മാത്രം നടത്തിയ തെരച്ചിലിൽ 40ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നാണ്, ചൂരൽമലയിൽ നിന്നും, മുണ്ടക്കൈയിൽ നിന്നും, അതോടൊപ്പം തന്നെ ചാലിയാർ തീരത്ത് നിന്നുമൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ദുരന്ത മേഖലയിൽ കൂടുതൽ ഊർജിതമായ തെരച്ചിലേക്ക് NDRF-ഉം ആർമിയും ഒക്കെ നീങ്ങുകയാണ്. 6 സോണുകളായി തിരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന. ബെയിലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും ഒക്കെ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കും. ചാലിയാർ പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലും തെരച്ചിൽ നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വയനാട് 4ാം ദിവസമാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ 4ാം ദിവസത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഊർജിതമായ തെരച്ചിൽ ഇന്ന് ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ ആരംഭിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ഈ ദൗത്യ സംഘം, അതിൽ NDRF ഉണ്ട്, ആർമിയുണ്ട്, നാട്ടുകാരുണ്ട്, മറ്റിടങ്ങളിൽ നിന്ന് വന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരൊക്കെ ബെയിലി പാലത്തിലൂടെ മുണ്ടക്കൈയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ അവർക്ക് കരുതാൻ കഴിയുന്ന ഉപകരണങ്ങളൊക്കെ അവർ കൂടെ കൊണ്ടുപോകുന്നുമുണ്ട്. അതിൽ ഗ്യാസ് കട്ടറുകളുണ്ട്, കത്തിയുണ്ട്, പാരയുണ്ട്, അങ്ങനെ അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ അവർ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ സഞ്ചരിക്കണം ഈ ദുരന്ത മുഖത്തേക്ക് എത്താൻ. ആ ആളുകൾ, അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അവിടേക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ്. കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഇന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാകും, അതിന്റെ തുടക്കമായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവർ മല കയറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏകദേശം 2-2.5 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ആ ദുരന്ത മുഖത്തേക്ക് എത്താൻ. ഇപ്പോഴും കോടമഞ്ഞുണ്ട്, ചാറ്റൽ മഴയുണ്ട്, അതൊക്കെ വലിയ തടസ്സവുമാണ്. മഴ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നു, പക്ഷേ മഴയുടെ അന്തരീക്ഷം തന്നെയാണ്. മഴ ചെറുതായി തുള്ളിയിടുന്നു. തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നു, പക്ഷേ മഴയുടെ അന്തരീക്ഷം തന്നെയാണ്. മഴ ചെറുതായി തുള്ളിയിടുന്നുണ്ട്. വീണ്ടും മഴ പെയ്യാം, അത് ശക്തമാകാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് വേണം തെരച്ചിൽ നടത്താൻ. കോടമഞ്ഞ്, ചില ഭാഗങ്ങളിൽ മഞ്ഞുണ്ട്. അത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മാറുകയായിരിക്കും. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ശക്തമായാണ് മഴ പെയ്തത് ഈ ഭാഗത്ത്. അത്തരത്തിലുള്ള മഴ പെയ്താൽ അത് രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കും. കാരണം ഈ മണ്ണൊക്കെ നീക്കുന്ന സ്ഥലത്ത് മഴ പെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. അത് JCB ഉപയോഗിച്ചാണെങ്കിലും അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് സൈന്യവും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ നിശ്ചയദാർഢ്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാര്യക്ഷമമായ തെരച്ചിൽ നടത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ്. സൈനികരൊക്കെ മുണ്ടക്കൈയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. തൽക്കാലം മറ്റാരെയും ഇപ്പോൾ പോലീസ് ബെയിലി പാലത്തിലൂടെ കടത്തിവിടുന്നില്ല. നമ്മളൊക്കെ മുണ്ടക്കൈയിലേക്ക് പോകാനിറങ്ങിയ പലരും ഇവിടെ കാത്തു നിൽക്കുകയാണ്. നിലവിൽ സൈനികരെയും അംഗീകൃത രക്ഷാപ്രവർത്തകരെയും മാത്രമാണ് മറുകരയിലേക്ക് വിട്ടിരിക്കുന്നത്. അത് എന്താണ് അത്തരമൊരു നിയന്ത്രണം ഇന്ന് മുഴുവൻ ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. തൽക്കാലം ഇപ്പോൾ അങ്ങോട്ട് ആരെയും വിടുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ അല്പം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് കടന്നു കഴിഞ്ഞു, സൈനികരും കടന്നു കഴിഞ്ഞു, എല്ലാവരും അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ശക്തമായ രീതിയിലുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. യന്ത്രസഹായത്തോടെയുള്ള തെരച്ചിലായിരിക്കും നടക്കുക. കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മന്ത്രി തലത്തിലുള്ള യോഗങ്ങൾ ഇന്നലെ നടന്നിരുന്നു. അതിൽ വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ആദ്യത്തെ 2 ദിവസങ്ങൾ പോലെയല്ല, ഇനിയിപ്പോൾ കൃത്യമായ ഒരു പ്ലാനോട് കൂടി തന്നെ ഈ സ്ഥലത്ത് തെരച്ചിൽ ആരംഭിക്കുകയാണ്. നിലവിൽ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഈ നിയന്ത്രണം എത്ര നേരം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും 4ാം ദിവസം, ഈ ദൗത്യത്തിന്റെ 4ാം ദിവസം തുടങ്ങുകയാണ്. വെളിച്ചം വീണ സമയം മുതൽ തന്നെ ആർമിയും രക്ഷാപ്രവർത്തകരും മുണ്ടക്കൈയിലേക്ക്, പുഞ്ചിരിമട്ടത്തേക്കൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് സാധ്യമായ കാര്യങ്ങൾ കയ്യിൽ കരുതി.